എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ്. പുറമേ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായി ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ് വന്നിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഓവനൊന്നും ഇല്ലാതെയും ഓവനിൽ വെച്ച് നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ ഞാൻ മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു മൈദയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പാൽപ്പൊടി നമ്മുടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും മെൽറ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മളിത് കുഴച്ചിട്ടെടുക്കുന്നത് പാലിലാണ്, അതും ഇളം ചൂടുള്ള പാലാണ് കേട്ടോ കുഴച്ചിട്ടെടുക്കുന്നത്. ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കുഴച്ചിട്ടെടുക്കാം. വെള്ളമാണെങ്കിലും പാലാണെങ്കിലും ചൂട് ഒരുപാട് കൂടി പോകരുത്, ഒരു ഇളം ചൂട് മാത്രമേ ഉണ്ടാവുള്ളൂ. പാലാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് നോക്കാം കേട്ടോ. ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ എനിക്ക് എത്രത്തോളം പാൽ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെന്ന്. നല്ല സോഫ്റ്റ് ആക്കി വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആക്കി ഇതുപോലെ നമ്മൾ ഈ ഒരു മാവ് ഒന്ന് കുഴച്ചിട്ടെടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, 1 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലാണ് ഞാൻ എടുത്തത്. അതിൽ എനിക്കൊരു 3/4 കപ്പോളം തന്നെ പാൽ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പൊക്കെ എടുത്ത് മിച്ചം വന്നിട്ടുള്ളൂ. ചിലപ്പോൾ പാലിൻ്റെ അളവ് കുറച്ച് കൂടിയോ കുറഞ്ഞെന്നൊക്കെ ഇരിക്കും നമ്മൾ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച്. ഇതുപോലെ നല്ല സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പൊടി നമ്മൾ ഇതൊന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു മാവ് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. എങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് കുഴയ്ക്കുമ്പം ഈ ഒരു മാവ് കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ കുഴച്ചതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ആ ഒരു മാവിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു മാവിരുന്ന് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി നനച്ച് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 2 മണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു മാവ് നല്ല ഡബിളായിട്ട് നമുക്കൊന്ന് പൊങ്ങി കിട്ടണം. നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂറിലും കൂടുതൽ എടുത്തുനിന്നിരിക്കും. അപ്പോൾ മാവ് നല്ല ഡബിളായി പൊങ്ങി വന്നതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതുപോലൊരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓയിലൊന്ന് ചൂടായിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു മീഡിയം വലിപ്പമുള്ള സവാളയിൽ നിന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്താണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയിൽ നിന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. സവാള നമുക്ക് അത്യാവശ്യം ഒന്ന് വാടി കിട്ടണം. ഇതൊരു 3 പച്ചമുളകാണ്. 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ഇളക്കി സവാള ഇതുപോലെ നമുക്കൊന്ന് വാടി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. കനം കുറഞ്ഞു വന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചെറിയൊരു ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം. ഈ ഒരു 2 വെജിറ്റബിൾസ് ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വേകണം. എന്നാൽ ഒരു കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് തന്നെ വേണം ഇതിൽ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കുഴഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഡാർക്ക് സോയാ സോസ് ആണ്. ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ ഒരു 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പൊടികളുടെ ഒരു പച്ച ചെവിയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 350 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കന് നന്നായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചതിന് ശേഷം ഇതിൽ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കൈകൊണ്ട് തന്നെ പിച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ.
കുറച്ച് സമയം തന്നെ ഒരു 4-5 മിനിറ്റോളം നമ്മൾ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കിയിട്ടെടുക്കണം. ഈ ഒരു ചിക്കനും എല്ലാം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഉപ്പൊന്ന് നോക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കുക. ഇനി ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരാണ് കേട്ടോ. അപ്പോൾ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഒരു ചിക്കൻ ആണെങ്കിൽ ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് എരിവ് ഉപ്പ് എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു മാവ് നല്ല ഡബിളായിട്ടൊന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. കാലാവസ്ഥ നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ മാവ് നല്ല ഡബിളായിട്ട് പൊങ്ങി കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം തണുപ്പായതുകൊണ്ടാണ് ഒരു 2.5 മണിക്കൂറൊക്കെ എടുത്തത്. ഇനി ഈ ഒരു മാവ് ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പിലേക്കോ ചപ്പാത്തി പലകയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു 4 ബോൾസാക്കി നമുക്കൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. ഇനി ഈ ഒരു മാവ് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഈ ഒരു മാവ് അതിൻ്റെ അടിയിലങ്ങ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഇതിലൊന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക ഈ ഒരു മാവ്. ഇതിൻ്റെ മുകളിലേക്കും കൂടെ കുറച്ച് ഓയിൽ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്, ആ ഒരു മാവ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിലൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇതുണ്ടല്ലോ ഒരു 20 മിനിറ്റിന് ശേഷം ഒരു ബോൾസ് എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇതുപോലെ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് തന്നെ വേണം കേട്ടോ നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് പരത്തിയിട്ടെടുക്കുക. ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു രീതിക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നിലായിട്ട് നമുക്ക് ഒരു ടീസ്പൂണൊക്കെ പിസ്സ സോസ് വെച്ച് കൊടുക്കാം. പിസ്സ സോസ് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. ഇനി പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് വെച്ച് കൊടുത്താലും മതി. ടേസ്റ്റ് എപ്പോഴും പിസ്സ സോസ് തന്നെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴാണ്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് ഫില്ലിങ് അങ്ങ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒട്ടിച്ചിട്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് എല്ലാം തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കിതൊന്ന് മടക്കിയിട്ടെടുക്കാം. ഈ ഒരു അറ്റം നമ്മൾ ഇതിലൊന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇതിൽ കുറച്ച് വെള്ളം നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തത് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും. ഇത് കണ്ടില്ലേ, ഈ ഒരു സൈഡിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു അറ്റം ഇതുപോലെ മടക്കി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൈഡൊക്കെ നമ്മൾ നന്നായിട്ട് കൈവച്ചൊന്ന് പ്രസ് ചെയ്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലും തന്നെ നമ്മൾ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഓരോന്നായിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഒരു 3 ബോൾസ് ഒന്ന് പരത്തി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓവൻ ഇല്ലാതെ ഞാനിത് ബേക്ക് ചെയ്യുന്ന രീതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഓവൻ ഇല്ലാതെ നമുക്ക് ഓവനിൽ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഒരു പാത്രത്തിൽ ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്കാണ് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഓവനിലല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇത് ഞാൻ ഓവനിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്കൊരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളൊരു മുട്ട നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഒരു മുട്ട നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുട്ട അടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ചൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുട്ട ഇതുപോലെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്ത എള്ളും അതുപോലെ തന്നെ കുറച്ച് കറുത്ത എള്ളും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് ബേക്കായിട്ട് വരുന്ന സമയത്ത് കാണുമ്പോൾ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മൾ എള്ളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പിസ്സയ്ക്കകത്തൊക്കെ ഇടുന്ന ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഓവനിലേക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നത്.
180 ഡിഗ്രിയിൽ തന്നെ ഒരു 20-25 മിനിറ്റൊക്കെ നമ്മളിതൊന്ന് ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. പിന്നെ ഓരോ ഓവൻ്റെ ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ സമയത്തിൽ കുറച്ചൊരു വ്യത്യാസം വരും. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചും കൂടി റെഡിയാകാനുണ്ടെങ്കിൽ മാത്രം ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുത്താൽ മതി. ഫംഗ്ഷൻ വെച്ച് കൊടുക്കേണ്ടത് മുകളിലത്തെയും താഴത്തെയും കോയിൽ ചൂടാകുന്ന രീതിയിലാണ്. ഇത് ഞാൻ ഓവനിലല്ലാതെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറുത്തകളും വെളുത്തകളും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓവനിലല്ലാതെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു പാനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഒരു പാനിൻ്റെ ഉള്ളിലേക്ക് ഇതിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്ത് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഞാനിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന പാത്രമാണ്. നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു പാത്രവും നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് മാത്രം ഇതിലേക്ക് നമ്മൾ ഇത് ഇറക്കി വെച്ച് കൊടുക്കാവുള്ളൂ. നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലും ഗ്യാപ്പുകളുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നമ്മളൊരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകരുത്. ഇനി ഇതുപോലെ മൂടി വെച്ച് നമ്മൾ അടച്ചു വെച്ച് കൊടുത്തിട്ട് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു 20 മിനിറ്റ് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതിലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു മുകൾ ഭാഗം കൂടി നമുക്ക് കുറച്ചും കൂടി നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഏകദേശം ഒരു 7-8 മിനിറ്റും കൂടി നമുക്ക് ഇതിലൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതിൽ തുറന്നിട്ട് നമ്മളൊന്ന് നോക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഇത് ഇവിടെ ഈ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ല, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല പഞ്ഞി പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് ഞാൻ ഓവനിൽ വെച്ചതാണ്. 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ഓവനിൽ വെച്ചതും എനിക്കിതൊന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചിക്കൻ ബൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊണ്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ചൂടൊന്ന് ആറിയതിന് ശേഷം വേണം നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ല, ഉള്ളൊക്കെ നല്ല പഞ്ഞ് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട്, ഉള്ളിലാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങുമാണ്. ഇത് ഓവനിലല്ലാതെ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്തതാണ്. അതും കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ഇത് നന്നായിട്ട് കുക്കായി. ഉള്ളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല പഞ്ഞി പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ചായക്കൊപ്പോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ആണെങ്കിലും റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.